iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ബന്ദൂരാസ് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് കീ എലമെന്റ്സ് ഫോർ ലേണർ? അതായത് നമ്മൾ സ്ഥിരം പഠിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ ബന്ദൂരയുടെ, അതേ സ്റ്റെപ്പ് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാതിരി, അതായത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാതിരി മാറ്റിയിരിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എ എന്താണ്? ഹാവ് ദ മോട്ടിവേഷൻ റിപ്പീറ്റ് ദ ആക്ഷൻ. B, able to remember what was done. And C, capable of reproducing of imitating the actions of the model. Pay attention to the model. ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ ബേസിസിൽ? ബന്ദൂരയുടെ ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ ബേസിസിൽ. ഓക്കെ, നമുക്കിതൊന്ന് ഓർഡർ ആക്കിയാലോ. ഏതാണ് തിയറി എന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോഷ്യൽ ലേണിംഗ് തിയറിയിലെ അറ്റൻഷൻ, റിട്ടൻഷൻ, പ്രൊഡക്ഷൻ, മോട്ടിവേഷൻ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലേ? Paying attention to the model, that is attention. Retention means എന്താണ്? Remembering, able to remember what done. അപ്പോൾ ഏതാണ് ബന്ദൂരയുടെ മോഡൽ? സോഷ്യൽ ലേണിംഗ് തിയറിയിലുള്ള നമ്മൾ സ്ഥിരം പഠിക്കുന്ന അറ്റൻഷൻ, then retention, production, motivation. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതാണ് കാര്യം. പേ അറ്റൻഷൻ ടു ദി മോഡൽ, ദാറ്റ് ഈസ് അറ്റൻഷൻ. രണ്ടാമത്തെ എന്താണ്? റിറ്റൻഷൻ, ദാറ്റ് ഈസ് ഏബിൾ ടു റിമെമ്പർ വാട്ട് വാസ് ഡൺ, ദാറ്റ് ഈസ് റിറ്റൻഷൻ. അപ്പോൾ ഒന്നാമത്തേതാണ് അറ്റൻഷൻ, പേയിങ് അറ്റൻഷൻ ടു ദ മോഡൽ, ദെൻ റിറ്റൻഷൻ, റിമെമ്പറിങ് ദ ഇൻഫർമേഷൻ, ദെൻ പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഹാവിങ് ദ മോട്ടിവേഷൻ ടു റിപ്പീറ്റ് ദ ആക്ഷൻ, അല്ലെങ്കിൽ കേപ്പബിൾ ഓഫ് റീപ്രൊഡ്യൂസിങ്. ഏതായിരിക്കും? സി അല്ലേ? കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ്, ദാറ്റ് ഈസ് 3. ദെൻ ഇതാണ് 4. അപ്പൊ ഇതാണ് 3 പോയിന്റ്സ്: അറ്റൻഷൻ, റിട്ടൻഷൻ, പ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ദീസ് ആർ ദ 4 പോയിന്റ്സ് റിലേറ്റഡ് ടു ബന്ദൂരാസ് ഒബ്സർവേഷണൽ ലേണിംഗ്. ക്ലിയർ? അപ്പൊ ഇത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് DBCA ആണ് വരിക. നമ്മൾ ഓൾറെഡി പറഞ്ഞു അറ്റൻഷൻ, റിട്ടൻഷൻ, പ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ആണ് വരുന്ന സ്റ്റേജസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് സൈക്കോഫിസിയോളജിക്കൽ ടെക്നിക് മെഷേഴ്സ് ദ സ്കിൻ കണ്ടക്ടൻസ് റെസ്പോൺസ്. സ്കിൻ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത് ഇതിലേതാണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാഫി, CT സ്കാൻ, ഇലക്ട്രോമയോഗ്രാഫി, ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി. ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4th ഓർ D, ദറ്റ് ഈസ് ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷർ ഓഫ് സ്കിൻ കണ്ടക്ടൻസും സ്കിന്നിൻ്റെ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നതാണ് ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി. സ്വെറ്റ് ഗ്ലാൻസ് ഒരുപാടായിട്ട് ആക്ടിവേറ്റഡ് ആകുമ്പോൾ സ്കിൻ കണ്ടക്ടൻസ് എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ്. നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഒക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആക്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. നമുക്കറിയാം EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫി, നമ്മുടെ ബ്രെയിൻ വേവ്സ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. CT ബ്രെയിൻ ഇമേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. EMG എന്ന് പറയുന്നത് മസിൽ ആക്ടിവിറ്റീസ്, ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്നത് മസിൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബ്രെയിൻ വേവ്സ് മെഷർ ചെയ്യാൻ EEG, ബ്രെയിൻ ഇമേജ് ചെയ്യാൻ CT, മസിൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ EMG. ക്ലിയർ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ദർ വിൽ ബി മോർ ദാൻ 1 ഡിപ്പെൻഡന്റ് ഓർ ക്രൈറ്റീരിയൻ വേരിയബിൾ? മോർ ദാൻ 1 ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉള്ളത് ഇതിൽ ഏതാണ്? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കനോണിക്കൽ കോറിലേഷൻ ആണ് വരിക. ഇതിലെന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ മൾട്ടിപ്പിൾ റിഗ്രഷനിലാണെങ്കിൽ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ, സിമ്പിൾ റിഗ്രഷനിലാണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ, അനോവയിലാണെങ്കിൽ യൂഷ്വലി ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് വരിക. സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതി. അത്ര എന്താണ് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എബ്രഹാം മാസ്ലോ, മക്ലൻ, ഹെർസബർഗ് ആൻഡ് വ്രൂം ചോദിച്ച ഏരിയ, അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. എബ്രഹാം മാസ്ലോയുടെ തിയറി ആയിട്ട് സ്പെല്ലിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മാസ്ലോ ആണ്, OW ആണ്. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ഇതിൽ ഏതാണ്? കണ്ടുപിടിക്കൂ. അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, പവർ, മോട്ടിവേഷൻ ആണോ? എക്സ്പെക്റ്റൻസി, വാലൻസി മോഡൽ ആണോ? ഹൈറാർക്കി ഓഫ് നീഡ് ആണോ? 2 ഫാക്ടർ തിയറി ആണോ? ഏതാണ്? എബ്രഹാം മാസ്ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത്
ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഹൈറാർക്കി ഓഫ് നീഡ്സുമായിട്ടാണ് ആര് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? മാസ്ലോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ്. ദെൻ മക്ലനന്റെ നമുക്കറിയാം അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, പവർ അല്ലേ, അപ്പൊ ബി എന്ന് പറയുന്നത് 1 ആണ്. ഹെസർബർഗിന്റെ ഏതാണ്? 2 ഫാക്ടർ തിയറിയാണ്, ഒ ബിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഹൈജീൻ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേറ്റേഴ്സ്, നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, മോട്ടിവേറ്റേഴ്സും ഉണ്ട്. സി ഈസ് 4. ബ്രൂമിന്റെ നമുക്കറിയാം എക്സ്പെക്റ്റൻസി വാലൻസി മോഡലാണ്. സോ ഡി ഈസ് 2 എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ്? A3, B1, C4, D2 എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, A3, B1, C4, D3, D2 അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി, മക്ലനന്റെ അച്ചീവ്മെന്റ്, പവർ, അഫിലിയേഷൻ, ഫെഡറിക് ഹെഴ്സ്ബർഗിന്റെ ഹൈജീൻ, മോട്ടിവേറ്റേഴ്സ്, വിക്ടർ ബ്രൂമിന്റെ എക്സ്പെക്റ്റൻസി വാലൻസി. ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഓഫ് 2-way അനോവ? 2-way അനോവയ്ക്ക് ഉപയോഗിക്കുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, ഫ്രൈഡ്മാൻസ് ടെസ്റ്റ് ആണ്. നമുക്കറിയാം പാരാമെട്രിക്, നോൺ പാരാമെട്രിക് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്, ഒരുപാട് തവണ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഫ്രൈഡ്മാൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റിന് ആൾട്ടർനേറ്റീവ് ആണ്. ഏത്? റിപ്പീറ്റഡ് മെഷർ അനോവയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് റിപ്പീറ്റഡ് മെഷർ അനോവയ്ക്ക് ഉപയോഗിക്കുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ഫ്രൈഡ്മാൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റിന്റെ നോൺ പാരാമെട്രിക് ആണ്. ക്രുക്സൽ വാലീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 1-way അനോവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന നോൺ പാരാമെട്രിക് ആണ്. സ്പിയർമാൻ ബ്രൗൺ ഫോർമുല എന്ന് പറയുന്നത് വാലിഡിറ്റി, റിലയബിലിറ്റി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ആണ്. സ്പിയർമാന്റെ റാങ്ക് ഓർഡർ എന്ന് പറയുന്നത് കോറിലേഷന്റെ നോൺ പാരാമെട്രിക് ആണ്. മാൻ-വിറ്റ്നി യു എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റിന് ഉപയോഗിക്കുന്ന നോൺ പാരാമെട്രിക് ആണ് മാൻ-വിറ്റ്നി യു ടെസ്റ്റ്. ഒന്നുകൂടി പറയാം, അനോവയിൽ 2 1-way അനോവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന നോൺ പാരാമെട്രിക് ക്രുക്സൽ വാലീസും, ദെൻ റിപ്പീറ്റഡ് മെഷർ ഓഫ് അനോവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഫ്രൈഡ്മാൻ ടെസ്റ്റും. അത് കിട്ടിക്കാണുമല്ലോ അല്ലേ? അതായത് 1-way അനോവയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രുക്സൽ വാലീസും റിപ്പീറ്റഡ് മെഷർ ഉപയോഗിക്കുന്നത് ഫ്രൈഡ്മാൻ ടെസ്റ്റും. ടി ടെസ്റ്റിൽ തന്നെ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് മാൻ-വിറ്റ്നി യു ടെസ്റ്റും, പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റും. സ്പിയർമാൻ റാങ്ക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കോറിലേഷന് പകരമാണ്. ക്ലിയർ? ആ വ്യത്യാസം ക്ലിയർ ആയി കാണും അല്ലേ? 1-way അനോവയ്ക്ക് പകരം ഏതുപയോഗിക്കും? ക്രുക്സൽ വാലീസ്. റിപ്പീറ്റഡ് ആകുമ്പോൾ ഫ്രൈഡ്മാൻ ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആകുമ്പോൾ മാൻ-വിറ്റ്നി യു ടെസ്റ്റ്. പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് ആകുമ്പോൾ വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ് ആവും. ദെൻ സ്പിയർമാൻ്റെതാകുമ്പോൾ ദാറ്റ് ഈസ് ഫോർ കോറിലേഷൻ. പിയേഴ്സൺ പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ എ പാരാമെട്രിക് ടെസ്റ്റ്. ക്ലിയർ? ഇത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ വെർബൽ ടെസ്റ്റ് ഓഫ് വെഷ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ? വെഷ്ലറിന്റെ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിലിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത വെർബൽ ടെസ്റ്റ് ഇത് ഏതാണ്? ഇൻഫർമേഷണൽ, ഡിജിറ്റ് സിമ്പിൾ, കോംപ്രിഹെൻഷൻ, അർത്ഥമെറ്റിക്. ഏതായിരിക്കും? ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, ഡിജിറ്റ് സിമ്പിൾ. നമ്മുടെ വെഷ്ലറിന്റെ അഡൽട്ട് ഇന്റലിജൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റ് സിമ്പിൾ ആണ്. ഓക്കെ, ഡിജിറ്റ് സിമ്പിൾ ആണ്. ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഡേവിഡ് വെഷ്ലർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസിൽ 2 മെയിൻ ടൈപ്പ് ആണുള്ളത്. വെർബൽ ടെസ്റ്റുകളും ഉണ്ട്. വെർബൽ ടെസ്റ്റുകൾ നമുക്ക് നോക്കിയിട്ട് പോവാം. വെർബലിൽ വരുമ്പോൾ നോളജ് മെഷർ ചെയ്യുക, അതേപോലെ റീസണിങ്, അറ്റൻഷൻ, ഇതൊക്കെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന മെയിൻ സബ് ടെസ്റ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇൻഫർമേഷണൽ, കോംപ്രിഹെൻഷൻ, അർത്ഥമെറ്റിക്, ഡിജിറ്റ് സ്പാൻ ആണ്. ഓക്കെ, ഡിജിറ്റ് സ്പാൻ. അതേപോലെ തന്നെ വൊക്കാബുലറി, സിമിലാരിറ്റി ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെഷ്ലറിൻ്റെ ഈ ഒരു അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 പാർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് വെർബൽ ടെസ്റ്റ്. ആ വെർബൽ ടെസ്റ്റ് മെഷർ ചെയ്യുന്ന എന്തൊക്കെയാണ്? നോളജ്, റീസണിങ്, അറ്റൻഷൻ. അപ്പോൾ വെഷ്ലറിൻ്റെ ടെസ്റ്റിൽ 2 പാർട്ട്. ഒന്നാമത്തെ പാർട്ട് വെർബൽ സബ് ടെസ്റ്റ്. വെർബൽ സബ് ടെസ്റ്റ് എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? നോളജും റീസണിങ് ആൻഡ് അറ്റൻഷൻ ആണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന, വെർബൽ ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന
എന്ത് സബ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? 1 ഇൻഫർമേഷണൽ, 2 കോംപ്രിഹെൻഷൻ, 3 അർത്ഥമെറ്റിക്, 4 ഡിജിറ്റ് സ്പാൻ, 5 സിമിലാരിറ്റി, 6 വൊക്കാബുലറി. ക്ലിയർ? അപ്പോൾ എങ്ങനെ നിങ്ങൾ എഴുതും? ബേസിക്കലി വെഷ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് ഒരു അരമാർക്ക് വരയ്ക്കുക. ഒന്നാമത്തത് വെർബൽ ടെസ്റ്റ്. വെർബൽ ടെസ്റ്റിൻ്റെ അണ്ടറിൽ 6 കാറ്റഗറി, ദാറ്റ് വൊക്കാബുലറി, സിമിലാരിറ്റി, കോംപ്രിഹെൻഷൻ, നോളജ്, ലൈക്ക് ദാറ്റ്. ദെൻ അടുത്ത മെയിൻ വരുന്നതാണ് പെർഫോമൻസ്. പെർഫോമൻസ് ടെസ്റ്റുകളുടെ അണ്ടറിൽ വരുന്നതാണ് ഡിജിറ്റ് സിമ്പിൾ കോഡിംഗ്, മാച്ചിങ് സിമ്പിൾ വിത്ത് ക്വിക്ക്, ദെൻ പ്രോസസ്സിംഗ് സ്പീഡ്, അറ്റൻഷൻ, ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും എന്തല്ല നമ്മുടെ ഈ പറയുന്ന ഡിജിറ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ഒരു വെർബൽ ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതേ അല്ല. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് കറക്റ്റായിട്ടൊരു ക്ലാസ്സിലൊക്കെ കറക്റ്റായിട്ട് നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി, സിമിലാരിറ്റി, ഡിജിറ്റ് സ്പാൻ, ബ്ലോക്ക് ഡിസൈൻസ് ഉണ്ട്, പിക്ചർ അറേഞ്ച്മെൻറ്റ്, ഒബ്ജക്റ്റ് അസംബ്ലി ഒക്കെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. ബാക്കി നിങ്ങൾ ക്ലാസ്സും കൂടി റെഫർ ചെയ്യുമ്പോൾ അതങ്ങ് ബാലൻസ് ആവും. അപ്പോൾ ജസ്റ്റ് ആ കമ്പോണൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലിംബ് ആഗ്ന വിച്ച് സിഗ്നിഫൈ കോൺസെൻട്രേഷൻ അക്കോർഡിംഗ് ടു യോഗ സൂത്ര. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ 8 ലിംസിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻ വരും എന്ന്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 8 ലിംസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഇതിൽ ഏതാണ്? ധ്യാന, ധാരണ, സമാധി, പ്രാണായാമ. ഏതായിരിക്കും? നിങ്ങൾക്ക് അറിയുന്നതാണ്. ധ്യാന, ധാരണ, സമാധി, പ്രാണായാമ. എന്തായിരുന്നു ഉത്തരം വരിക? ദ ആൻസർ ഈസ് ധാരണ, കോൺസെൻട്രേഷൻ. ധ്യാനം ആകുമ്പോൾ എന്തായി? മെഡിറ്റേഷനായി. സമാധി എന്ന് പറയുമ്പോൾ അബ്സ്ട്രോൾഡ്, നമ്മൾ ഫുൾ സമാധി രീതിയിലേക്ക് പോയി. പ്രാണായാമ എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ആണ്. നമ്മൾ 8 ലിംസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹരണ, ധാരണ, ധന്യ, സമാധി. പഠിച്ചില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് 8 ലിംസ്. 8 ലിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ലൈഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. then നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ഫ്ലൈ ഇൻ എഫക്റ്റ്? ഇന്റലിജൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫ്ലൈ ഇൻ എഫക്റ്റ്. ഇതിലേതാണ് ഫ്ലൈ ഇൻ എഫക്റ്റുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഇന്റലിജൻസ് സ്കോർസ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഇന്റലിജൻസ് സ്കോർസ് ആർ ഡിക്രീസിംഗ് ഡ്യൂ ടു ഓവർ റിലയൻസ് ഓൺ ടെക്നോളജി. And third, intelligence scores are steadily increasing in modernized countries. And fourth, intelligence scores are accumulative based on different culture. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ഫ്ലൈ ഇൻ എഫക്റ്റ്? ദ ഓപ്ഷൻ ഈസ് 3. ഇന്റലിജൻസ് സ്കോർസ് ആർ സ്റ്റെഡിലി ഇൻക്രീസിങ് ഇൻ മോഡറൈസ്ഡ് കൺട്രീസ്. ഇന്റലിജൻസ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്ന് പറയുന്നതാണ് ഏത്? ഫ്ലൈ ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പല കൺട്രീസിലും അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്ന് പറയുന്നതാണ് ഏത്? ഫ്ലൈ ഇൻ എഫക്റ്റ്. നമുക്കത് ഒരുപാടായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. അത് തന്നെയാണ് ഫ്ലൈ ഇൻ എഫക്റ്റ് ഈസ് ഇൻക്രീസിങ് ഇന്റലിജൻസ്. അങ്ങനെ ഓർത്തിരിക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് സീക്വൻസ് ഇൻ ലെസാറസ് കൊഗ്നിറ്റീവ് മീഡിയേഷണൽ തിയറി ഓഫ് ഇമോഷൻ. അപ്രൈസൽ, ബോഡ്ലി റെസ്പോൺസ്, സ്റ്റിമുലസ്, ഇമോഷൻ റെസ്പോൺസ്. ഇതിലേതാണ് ലെസാറസിൻ്റെ കൊഗ്നിറ്റീവ് അപ്രൈസൽ തിയറിയുടെ കറക്റ്റ് ഓർഡർ? ഏതായിരിക്കും? നമുക്ക് നോക്കി വരാം. CADB എന്നുള്ളതാണ്. സി എന്ന് പറയുന്ന ഏതാണ്? സ്റ്റിമുലസ് വരാ. അതിനെ നമ്മൾ അപ്രൈസൽ ചെയ്യും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്രൈസൽ എന്താണെന്ന്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അപ്രൈസൽ. സോ സി എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽഡ് ആയിട്ട് അപ്രൈസൽ ചെയ്യും. അതിനെ മനസ്സിലാക്കും. ഏതർ പ്രൈമറിലി ഓർ സെക്കൻഡറി അപ്രൈസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? നമുക്കൊരു റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ? സ്റ്റിമുലസ് വരുന്നു, അപ്രൈസൽ ഉണ്ടാവുന്നു, അവിടെ ഒരു ഇമോഷൻ ഡെവലപ്പ് ചെയ്യും. ആ ഇമോഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോഡ്ലി ഒരു റെസ്പോൺസ് കൊടുക്കുകയും ആ ഇമോഷൻ കംപ്ലീറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? നമ്മുടെ ഒരു കൊഗ്നിറ്റീവ് അപ്രൈസലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് പഠിക്കുക. റിച്ചാർഡ് ലെസാറസിൻ്റെതാണ്. ഇപ്പോൾ ഈ ഒരു തിയറി പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ഇമോഷൻ്റെ എല്ലാ തിയറീസും ഇതേപോലെ പഠിച്ചു വെക്കണം. ഇപ്പോൾ സ്കാറ്റർസിംഗർ തിയറി ആയാലും ജെയിംസ് ലാങ് തിയറി ആയാലും കനൻബാർഡ് തിയറി ആയാലും എല്ലാ തിയറീസും ഇതേപോലെ ഓർഡറിന് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം സ്റ്റിമുലസ്, അപ്രൈസൽ, ഇമോഷൻ, ബോഡി റെസ്പോൺസ് ഇതൊക്കെ പറയുന്നത് ഓർഡർ ആക്കാൻ പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ
ഇതുപോലെ തന്നെ പല തിയറീസ്, മുമ്പ് ജെയിംസ് ലാങ് തിയറി ആണെങ്കിൽ പിന്നെ കാനൻ ബാർഡ് തിയറി. അപ്പോൾ ഈ ഒരു ഓർഡർ ആക്കാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇമോഷൻ മൊഡ്യൂൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് ഇവിടുത്തെ ഓർഡർ? സ്റ്റിമുലസ്, അപ്രൈസൽ, ഇമോഷൻ, ബോഡി റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. One day I lost my earring. To keep from losing earrings, further I used the thermocol to keep the earring in place. Using the thermocol as a temporary earring bag showed that I overcome from the following: confirmation bias, a mental test, functional fixedness, transformation bias. ഇത് നമ്മുടെ കൊഗ്നിഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ദിവസം ഇയറിംഗ് എന്ത് ചെയ്തു, കളഞ്ഞുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, തെർമോകോൾ എടുത്ത് വെച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. ഇതിലേതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കൺഫർമേഷനാ, ബയാസ് ആണോ, മെന്റൽ സെറ്റ് ആണോ, ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണോ, ട്രാൻസ്ഫോർമേഷൻ ആണോ? ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് വരിക. ദാറ്റ് ഈസ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഇപ്പോൾ തെർമോക്കോളിന് ചിലപ്പോൾ ഷേപ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ തെർമോക്കോൾ എടുക്കുള്ളൂ, അല്ലാതെ ഇതേപോലെ ഇയർബഡ് ആയിട്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ ദാറ്റ് ഈസ് അയാൾക്ക് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെർമോക്കോൾ ഉപയോഗിച്ചു, ടെമ്പററി ഇയറിങ്ങിന് ആയിട്ട് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്തില്ല, ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ കുറേ പേപ്പർ ഇരിപ്പുണ്ടായി, ഫാൻ ഇട്ടപ്പോൾ ഇതെല്ലാം കൂടി പറന്നുപോയി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അടുത്തിരുന്ന ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല എന്നാണ് അർത്ഥം? ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇല്ല എന്നാണ് അർത്ഥം. ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഉള്ള ഒരാൾ പറയും ഈ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുവരാനുള്ളതാണ്, അല്ലാതെ പേപ്പർ വെയിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയും. അതാണ് ആ ഡിഫറൻസ്. അപ്പോൾ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഫങ്ഷൻ ബേസ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു കാര്യത്തിലേക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് ചെയ്യാം എന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കാൾ ഡങ്കറിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അസേർഷൻ റീസൺ ആണ്. അസേർഷൻ എന്താണ്? സൗമ്യ, എ ലേൺഡ് സിംഗർ, sang with more excitement in presence of a group of audience owing to social facilitation. When a group of people perform additive tasks that lead to social facilitation. അപ്പോൾ സോഷ്യൽ ഫെസിലിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഇവിടെ ആൻസർ വരുന്നത് എ ഈസ് കറക്റ്റ്, ആർ ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ റീസൺ? പ്രസൻസ് ഓഫ് അതേഴ്സ് നന്നായി പഠിച്ച ഒരു കാര്യത്തിൻ്റെ റേറ്റ് കൂട്ടും. നമുക്കതറിയാം, മറ്റുള്ളവർ കാണുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്, അത് ഈസി ടാസ്ക് ആണെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് അവർ ബിഹേവിയർ, ദാറ്റ് വിൽ ഇൻക്രീസ് അവർ പെർഫോമൻസ്, ദാറ്റ് ഈസ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. പക്ഷേ ഇവിടെ റീസൺ തെറ്റാണ്. കാര്യം ഒരിക്കലും അഡിക്റ്റീവ് ടാസ്കുകളല്ല സോഷ്യൽ ഫെസിലിറ്റേഷനിൽ കൊണ്ടുപോകുന്നത്, ഇൻഡിവിജ്വൽ ടാസ്കുകളാണ്. ഓക്കെ, അപ്പം എനിക്ക് നന്നായിട്ട് ടീച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സുഖമായിട്ട് പഠിപ്പിക്കും. കാര്യം എന്താ? ഐ എം കോൺഫിഡൻറ്റ് വിത്ത് ദാറ്റ്, ഐ എം വെൽ ലേൺഡ് അബൌട്ട് ദാറ്റ്, അല്ലേ? അതേസമയം അഡിക്റ്റീവ് ടാസ്കുകൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് കുറയാനാണ് ടാസ്ക്. അതായത് നമ്മൾ ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന അഡിക്റ്റീവ് ടാസ്കുകളിലേക്ക് വരുമ്പോൾ ഒരാളുടെ റേറ്റ് ഓഫ് പെർഫോമൻസ് കുറയാനാണ് സാധ്യത. ദാറ്റ് ഈസ് സോഷ്യൽ ലോഫിംഗ് ആണ് സംഭവിക്കുക. റീസൺ തെറ്റിയതിൻ്റെ കാരണം മനസ്സിലായോ? അതായത് ഒരു അഡിക്റ്റീവ് ടാസ്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്കിലേക്ക് വരുമ്പോൾ ഒരു റേറ്റ് ഓഫ് ബിഹേവിയർ എന്തിനാണ് സാധ്യത? കുറയാനാണ് സാധ്യത. ദാറ്റ് ഈസ് സോഷ്യൽ ലോഫിംഗ്. അവിടെ എന്ത് സംഭവിക്കണം എന്നില്ല, സോഷ്യൽ ഫെസിലിറ്റേഷൻ സംഭവിക്കണം എന്ന് ഇല്ല. സോ ഇവിടെ റീസൺ തെറ്റാണ്, അസേർഷൻ ആണ് കറക്റ്റ്. റോബർട്ട് സജ്ജോങ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നമ്മുടെ യോഗ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ, എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ ബുദ്ധിസത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? റൈറ്റ് വ്യൂ, റൈറ്റ് എഫേർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് ഇൻറ്റൻഷൻ. അതിനെ സംസ്കൃതം ടേംസുമായിട്ട് യോജിപ്പിക്കാനാണ്. സമ്മസമാധി, സങ്കല്പ, സമ്മതിഥി, വ്യായാമം. കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് സംഭവം. ഇത് ബുദ്ധിസം റിലേറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു ഏരിയ ആണ്. ബുദ്ധിസത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ. ഇതിൽ നമ്മൾ
പല തരത്തിലുള്ള എന്താണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ദുഃഖമുണ്ട്, ആ ദുഃഖേനെ ഓവർകം ചെയ്യാനായിട്ട് പല തരത്തിലുള്ള വഴികളുണ്ട്. നമുക്കറിയാം ദുഃഖമഗ്ഗ, ദുഃഖ നിരോധ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ദുഃഖാസ് ഓവർകം ചെയ്യാനുള്ള വഴികൾ ആര് ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് വ്യൂ. അവരെ നമ്മൾ പറയുന്നത് സമ്മദിത്തി, സമ്യദൃഷ്ടി എന്നാണ്. റൈറ്റ് ഇന്റൻഷൻ ഈസ് സമ്മസങ്കൽപ്പ, ദറ്റ് ഈസ് സമ്യക സങ്കല്പ. ദെൻ റൈറ്റ് സ്പീച്ച് ഈസ് സമ്യക വാച, അല്ലെങ്കിൽ സമ്യവാക എന്ന് ഇംഗ്ലീഷിൽ എഴുതും, സമ്യവാച എന്ന് സംസ്കൃതത്തിൽ വായിക്കും. ദെൻ റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് സമ്യക കമ്മനത. ദെൻ റൈറ്റ് ലീവ്ഹുഡ് എന്ന് പറയുന്നത് സമ്യക അജീവ. റൈറ്റ് എഫേർട്ട് എന്ന് പറയുന്നത് സമ്യക വ്യായാമ. റൈറ്റ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് സമ്യക സ്മൃതി സതി. ദെൻ റൈറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സമ്യക സമാധി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടേബിള് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇതെന്താണ്, ബുദ്ധിസം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നിങ്ങൾ എമർജൻസി ഓഫ് സൈക്കോളജി പഠിക്കുമ്പോൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടാവും. ഒരു ചക്രത്തിന് ചുറ്റുമാണിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ കറക്റ്റായിട്ട് പഠിക്കുക. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. കാര്യം ഈ ടേംസ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ യൂസ്ഡ് ആവുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ 3 ഡിസ്റ്റിങ്ക്റ്റീവ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ബൈ സ്റ്റേൺബർഗ്? നമുക്കറിയാം സ്റ്റേൺബർഗിന്റെ ട്രൈയാർക്കിയൽ തിയറി ഓഫ് ഇന്റലിജൻസിൽ ഇതിൽ ഏതൊക്കെയാണുള്ളത്? പ്രോഗ്രസീവ് ഇന്റലിജൻസ്, കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്, എക്സ്പെരിമെന്റൽ, കോണ്ടെക്സ്റ്റൽ, എക്സ്പോണൻഷ്യൽ ഇന്റലിജൻസ്. ഏതൊക്കെയാണ് സ്റ്റേൺബർഗിന്റെ ട്രൈയാർക്കിയൽ തിയറിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ ഉണ്ട്, കോണ്ടെക്സ്റ്റൽ ഉണ്ട്. സോ BC-D ആണ് ഉത്തരം വരിക. ആൻസർ ഈസ് BC-D. സ്റ്റേൺബർഗിന്റെ ട്രൈയാർക്കിയൽ തിയറി ഓഫ് ഇന്റലിജൻസ് നമുക്കറിയാം. കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇന്റലിജൻസ്, ലൈക്ക് ഈ മാത്സിലെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പോണൻഷ്യൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇന്റലിജൻസ്. എക്സ്പീരിയൻഷ്യൽ ആകുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി, കോണ്ടെക്സ്റ്റൽ ആകുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നൊക്കെ അല്ലേ. നമുക്ക് പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു നമ്മുടെ കഴിവാണ് കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ്. അപ്പോൾ കമ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ, എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ്, കോണ്ടെക്സ്റ്റൽ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ അടുത്തത് വീണ്ടും ഇന്റലിജൻസിന്റെ തിയറീസ് കണക്ട് ചെയ്യാനാണ്. 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്, പ്രൈമറി മെന്റൽ എബിലിറ്റീസ്, ട്രൈയാർക്കിയൽ തിയറി ഓഫ് ഇന്റലിജൻസ്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. 2 ഫാക്ടർ തിയറി ആരാ കൊണ്ടുവന്നത്? 2 ഫാക്ടർ തിയറി ഈസ് ബൈ സ്പിയർമാൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം S ഫാക്ടർ ആൻഡ് G ഫാക്ടർ അല്ലേ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് സ്പെസിഫിക് ഫാക്ടേഴ്സ് ജസ്റ്റ് ബൈ സ്പിയർമാൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1904 ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ബൈ തേഴ്സ്റ്റൺ. സെയിം 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആണ് ആര് കൊണ്ടുവന്നത്? നമ്മുടെ തേഴ്സ്റ്റൺ കൊണ്ടുവന്നത്. ട്രൈയാർക്കിയൽ തിയറി നമ്മൾ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ദാറ്റ് ഈസ് സ്റ്റേൺബർഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹവാർഡ് ഗാർണർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ വരുമ്പോഴത്തേക്കും 2 ഫാക്ടർ തിയറി A3 വരും. ദെൻ B എന്ന് പറയുന്ന പ്രൈമറി മെന്റൽ എബിലിറ്റീസ് 2 വരും. C എന്ന് പറയുന്നത് ട്രൈയാർക്കിയൽ തിയറീസ് 4 വരും. ദെൻ D എന്ന് പറയുന്നത് 1 വരും. സോ A3, B2, C4, D1 എന്നായിരിക്കും ഉത്തരം വരിക. ആൻസർ നോക്കി നോക്കാം. ആൻസർ ഈസ് A3, B2, C4, D1 എന്നുള്ളതാണ്. ഈ തിയറീസ് ഒക്കെ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കണം. 2 ഫാക്ടർ തിയറിയിൽ ചാൾസ് സ്പിയർമാൻ കൊണ്ടുവന്നു, അതിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് കൊണ്ടുവന്നതാരാണ്? തേഴ്സ്റ്റൺ ആണ്. ഇതിലെ കമ്പോണൻസ് ഇപ്പോൾ നമുക്കറിയാം മെമ്മറി വരുന്നുണ്ട്, അതിനകത്ത് അസോസിയേറ്റീവ് മെമ്മറി വരുന്നുണ്ട്, അതേപോലെ ഇൻഡക്റ്റീവ് റീസണിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പോണൻസ് കറക്റ്റായിട്ട് പഠിക്കണം. ട്രൈയാർക്കിയൽ തിയറി കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേൺബർഗ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ ഉണ്ട്, അനലിറ്റിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ കമ്പോണൻഷ്യൽ ഉണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അണ്ടറിലും കുറച്ച് കമ്പോണൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിക്കണം. ദെൻ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പലതവണ എക്സാമിന് ചോദിക്കുന്നതാണ്. ആ 8 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓഡ് 1 ഔട്ട് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പഠിക്കുമ്പോൾ ഹവാർഡ് ഗാർണറിൻ്റെ കോൺസെപ്റ്റ് ആണ്. അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നും കൂടി ഒന്ന് നോക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ദ മെയിൽ ചൈൽഡ് ഡെവലപ്പ് ദ ഇഡിപ്പസ് കോംപ്ലക്സ്? വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഏതായിരിക്കും?
ദിസ് ആൻസർ ഈസ് ഫാലിക് സ്റ്റേജ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് ഫാലിക് സ്റ്റേജ് ആണ്. Then, which of the following best describe eudaimonic well-being? Eudaimonic well-being പറയുന്നത് ഇതിലേതാണ്? The answer is achievement of financial stability, living in accordance with one's values and realization potential, purest of pleasure and avoidance of pain, reduction of stress through lifestyle change. നമുക്കറിയാം യൂഡമോണിക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയുന്ന കാര്യമാണ്. ഒരാളുടെ വാല്യൂസ്, റിയലൈസേഷൻ പൊട്ടൻഷ്യൽ അതിനനുസരിച്ച് ലീവ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് യൂഡമോണിക് വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഡമോണിക് വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് മീനിങ്, പർപ്പസ്, സെൽഫ് റിയലൈസേഷൻ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ യൂഡമോണിക് എന്ന് പറയുക. വിച്ച് ഇസ് സിംപ്ലി ദ ഓപ്പോസിറ്റ് ഓഫ് ഹെഡോണിക് വെൽബീയിങ്. ഹെഡോണിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡോണിക് വാല്യൂ എന്ന് പറയുന്നത് പ്ലഷറാണ്, ലൈക്ക് എ കോണ്ടിനെന്റം. നമുക്ക് എപ്പോഴും പ്ലഷർ സീക്കിംഗ് വരുന്നതാണ് ഹെഡോണിക്. യൂഡമോണിക് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. എന്താണ്? മീനിങ്, പർപ്പസ്, സെൽഫ് റിയലൈസേഷൻ ഒക്കെ പോകുന്നതാണ് യൂഡമോണിക് വെൽബീയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ആണ്. അസേർഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ എ മെമ്മറി എക്സ്പെരിമെന്റ് പാർട്ടിസിപ്പന്റ് വെയർ ഫൗണ്ട് ടു യൂസ് ബോത്ത് വെർബൽ ആൻഡ് വിഷ്വൽ എൻകോഡിംഗ് വൈൽ പെർഫോമിംഗ് ദ ഗിവൺ ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ അവിടെ വെർബലും വിഷ്വലും ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. എപ്പോൾ? മെമ്മറി എക്സ്പെരിമെന്റിൽ. ആൻഡ് റീസൺ ഈസ് episodic buffer, a component of working memory, is used to integrate and to store briefly the information from phonological loop and visuospatial sketchpad. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇത് ഏത് തിയറിയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന്. നമുക്കറിയാം വർക്കിംഗ് മെമ്മറി മോഡലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് എ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കാര്യം എന്താണ്? ഇത് വർക്കിംഗ് മെമ്മറി മോഡലാണ്. ഹെലൻ ഇച്ച് ആൻഡ് ബാറ്റ്ലിയുടെ കോൺസെപ്റ്റ് ആണ് വർക്കിംഗ് മെമ്മറി മോഡൽ. എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത് റീസെൻ്റ്ലി അവർ ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ്. അതിൽ ഫൊണോളജിക്കൽ ലൂപ്പിൽ നിന്നും വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻസ് എക്സിക്യൂട്ടീവ് ആയിട്ടിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്മറി തീരുമാനിക്കും അല്ലേ എങ്ങോട്ട് പോകണം എന്ന്. ആ തീരുമാനിക്കുന്നതിനെ പ്രോപ്പറായിട്ട് എപ്പിസോഡിക് ബഫർ എന്ത് ചെയ്യും? ചാനലൈസ് ചെയ്ത് വിടും. അപ്പോൾ മെമ്മറി യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? വെർബൽ പ്ലസ് വിഷ്വൽ എൻകോഡിങ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. എപ്പിസോഡിക് ബഫർ എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് പലതരത്തിൽ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന എപ്പിസോഡിക് ബഫറാണ്. അലൻ ബാറ്റ്ലി ഹിച്ചിൻ്റെ ഒക്കെ ആണ് എപ്പിസോഡിക് ബഫർ. ഇതിൽ നമ്മുടെ ഫൊണോളജിക്കൽ ലൂപ്പിൽ നിന്നും വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്നുമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. നിങ്ങളെല്ലാം ആ തിയറി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ തിയറിയുടെ ബേസിസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇൻ കേസ് ആ മോഡൽ അറിയില്ലെങ്കിൽ കറക്റ്റായിട്ട് ക്ലാസ്സസ് വാച്ച് ചെയ്ത് അതെന്ത് ചെയ്യുക? ഒന്ന് സ്റ്റേബിൾ ആക്കി എടുക്കണം. ആ കോൺസെപ്റ്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.